രൂപ പോലും പേയ്മെൻറ്റ് വാങ്ങിക്കാതെ പിന്നെ നിങ്ങളെന്തിനാ ഈ ഷോ ചെയ്യുന്നതെന്ന് എല്ലാവർക്കും തോന്നുന്നുണ്ടായിരിക്കും. പലരും എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. അതിനൊരൊറ്റ ഉത്തരമേ ഉള്ളൂ, എക്സ്പീരിയൻസ്. അതായത് നമ്മൾ ഇപ്പോൾ ഒരു ബ്രൈഡിൻ്റെ മേക്ക് ഓവർ ചെയ്യുകയാണെങ്കിൽ പോലും നമുക്കൊരു അരമണിക്കൂർ ലേറ്റായി ചെന്നാൽ പോലും നമുക്ക് ആ ഒരു ടൈം അവിടെ മാനേജ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് ഫാഷൻ ഷോയുടെ ഒരു എന്താ പറയുക, നമുക്ക് ആ വർക്കിന് പോയി കഴിഞ്ഞാൽ. കാര്യം മാക്സിമം എത്ര സ്പീഡിൽ അവർക്ക് ഓരോ റൗണ്ട് കഴിയുമ്പോഴത്തേനും അടുത്ത റൗണ്ടിന് കുട്ടികൾ റെഡിയാണ്. അപ്പോൾ അത്രത്തോളം മാക്സിമം നമ്മൾ ചെയ്ത് പഠിക്കും. പ്രാക്ടീസ്, ഹാൻഡ് പ്രാക്ടീസാണ് ഏറ്റവും കൂടുതൽ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന് വേണ്ടത്. അതുണ്ടായിരുന്നു. പക്ഷേ ഇതൊന്നും ഏറ്റവും കൂടുതൽ ഞാൻ ഇതിലൊരു വർക്കും ചെയ്തിട്ടില്ല. ഒന്നോ രണ്ടോ പേരുടെ ഫേസോ കാര്യങ്ങളോ ശരിയാക്കി കൊടുത്തു എന്നല്ലാതെ ബാക്കി മുഴുവനും എൻ്റെ ടീം മെമ്പേഴ്സാണ്. അതിലൊരു മോളുടെ ഫോട്ടോ എടുക്കാൻ വിട്ടു പോവുകയും ചെയ്തിട്ടുണ്ട്. അതിനെനിക്ക് ഭയങ്കര സങ്കടമുണ്ട് കേട്ടോ. പക്ഷേ ഇതിനകത്ത് ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ടത് എൻ്റെ ടീം മെമ്പേഴ്സ് തന്നെയാണ്. അവർക്കാണ് ഏറ്റവും കൂടുതൽ താങ്ക്സ് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. കാര്യം എന്താ വെച്ചാൽ അന്നത്തെ എൻ്റെ സിറ്റുവേഷൻ, ഹെൽത്ത് കണ്ടീഷൻ ഒന്നും ഓക്കെ അല്ലായിരുന്നു. എന്നിട്ട് അവർ മാക്സിമം എന്നോട് നോ എന്ന് പറയാതെ, കാര്യം 35 പേരെന്നും പറഞ്ഞ് വിളിച്ചിട്ട് 80-100 പേരിലധികം പേർക്ക് നമ്മൾ മേക്കപ്പ് ചെയ്യേണ്ടി വന്നിരുന്നു. അപ്പോഴും എൻ്റെ അടുത്ത് മോൻ ദേഷ്യപ്പെട്ടിട്ട് ഒന്നും പറയാതെ, ഫുഡ് പോലും കഴിക്കാൻ പറ്റാതെ അവരോടൊന്ന് വർക്ക് ചെയ്യുമ്പോൾ എന്നോട് നോ എന്നൊരു വാക്ക് പറഞ്ഞിട്ടില്ല. അവരത്രയും സപ്പോർട്ട് ചെയ്ത ആളുകളാണ്. ഞാൻ എവിടെയെങ്കിലും എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം അത് ഒന്നോ രണ്ടോ പേർക്ക്, അത് ഒരുപാട് പേർക്കില്ല താനും. പക്ഷെ നമ്മുടെ അത്രയും ടീം മെമ്പേഴ്സിൻ്റെ വർക്കാണ്, ഫൈനൽ ഔട്ട്പുട്ടാണ് അതിൻ്റെ. ഞങ്ങൾക്ക് അവസാനം കിട്ടുന്ന ഈ ഒരു മൊമെൻറ്റോ മാത്രമാണ്. നമ്മൾ എന്നിരുന്നാലും എത്ര ടയേർഡാണെങ്കിലും ആ ഒരു നിമിഷ നേരം നമ്മൾ ഭയങ്കര പ്ലസൻ്റ് ആവും. നമ്മുടെ മുഖം ഭയങ്കര സന്തോഷം കൊണ്ട് നിൽക്കും. കാര്യം അത്രയും നേരത്തെ ഹാർഡ് വർക്കിന് കിട്ടുന്ന ഈ ഒരു മൊമെൻറ്റം മാത്രമാണ് നമുക്ക്.